ദേശീയപാതയിൽ ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന അരൂർ തുറവൂർ ഭാഗത്ത് വൻ ഗതാഗത കുരുക്ക് 2 മണിക്കൂറായി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. മനീഷ് മഹിബാൽ ചേരുന്നു. മനീഷ്, അവിടെ ഈ സമാന്തര പാതകളുടെയൊക്കെ അറ്റകുറ്റപ്പണി നടക്കുന്നതിനെ തുടർന്ന് പോലീസാണല്ലോ ഗതാഗത നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. എന്നിട്ടും പ്രശ്നങ്ങളാണോ? ഗോകുൽ, നിലവിൽ 3 ദിവസങ്ങളായി അവിടെ ഗതാഗത ക്രമീകരണമുണ്ട്. പക്ഷേ ഇന്നത്തെ പ്രതികൂല സാഹചര്യം, ഇന്ന് സ്കൂൾ തുറന്ന ദിവസമാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ തിരക്കുണ്ട്. മറ്റൊന്ന്, മഴ പെയ്ത സാഹചര്യമുണ്ട്. മഴ പെയ്ത് ഈ നിലവിൽ ഒരു വരിയിലൂടെ മാത്രമാണ് രണ്ട് ഭാഗത്തേക്കും വാഹനങ്ങൾ കടത്തിയിടുന്നത്. അവിടെ കുണ്ടും കുഴിയുമായി കിടക്കുന്നത് കൊണ്ട് തന്നെ ഗതാഗത കുരുക്കുണ്ടാകുന്നു. നിലവിൽ അരൂർ ക്ഷേത്രം കവല മുതൽ അരൂർ പള്ളി വരെയുള്ള ഭാഗത്താണ് സമാന്തര പാതയിൽ ദേശീയപാതയുടെ പടിഞ്ഞാറെ ഭാഗത്ത് ഈ അറ്റകുറ്റപ്പണി നടക്കുന്നതുകൊണ്ട് കിഴക്കേ ഭാഗത്തു കൂടി മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇവിടെയാണ് ഇപ്പോൾ അതിരൂക്ഷമായ ഗതാഗത കുരുക്ക് ഉള്ളത്. അവിടെ 2 മണിക്കൂറായി വാഹനങ്ങൾ കിടക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. നിലവിൽ അവിടെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അരുക്കുറ്റി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ദേശീയപാതയിൽ എത്തിയാൽ നേരെ എറണാകുളത്തേക്ക് പോകാൻ കഴിയില്ല, യൂട്ടേൺ തിരിഞ്ഞു വേണം പോകാൻ. ഒപ്പം തന്നെ ഹെവി വാഹനങ്ങളടക്കം ഈ മേഖലയിലേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയെങ്കിലും നിലവിൽ ചില വാഹനങ്ങൾ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി ചില ഹെവി വാഹനങ്ങൾ കൂടി അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ നിർമ്മാണ പാതയിലൂടെ കടന്നു വരുന്നതും ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾക്ക് പ്രശ്നമാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ 2 മണിക്കൂറായി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത്. അരൂർ പോലീസിനാണ് ഈ ഗതാഗത ക്രമീകരണത്തിന് ചുമതല. എന്നാണെങ്കിൽ അത് അഴിക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഗോകുൽ, മനീഷ്, ഇനി വരുന്ന മണിക്കൂറുകൾ എന്ന് പറഞ്ഞാൽ സ്കൂൾ വിടുന്ന സമയമാണ്. വൈകുന്നേരം ഓഫീസ് വിട്ടൊക്കെ ആളുകൾ വരുന്ന സമയം കൂടിയാണ്. തിരക്ക് കൂടും, ഈ കുരുക്കും കൂടുമോ? അരൂർ തുറവൂർ ദേശീയപാതയിലാണ് ഇപ്പോൾ ഗതാഗതക്കുരുക്ക് രൂക്ഷം. അവിടെ എലിവേറ്റഡ് ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളായി ആ പണി തുടങ്ങി അന്ന് മുതൽ ഇങ്ങോട്ട് വലിയ പെടാപ്പാടാണ് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ സമാന്തര പാതകളുടെ കൂടി അറ്റകുറ്റപ്പണി ആരംഭിച്ചതോടെ പോലീസാണ് അവിടുത്തെ ഗതാഗത നിയന്ത്രണം ഏറ്റെടുത്തത്. പക്ഷേ ഈ ഗതാഗത നിയന്ത്രണം അല്ലെങ്കിൽ അവിടുത്തെ ഏതൊക്കെ റോഡുകളിലൂടെ പോകണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ പലരും അറിയുന്നില്ല, അല്ലെങ്കിൽ അവഗണിക്കുന്നു. അതുമൂലമുണ്ടാകുന്ന കുരുക്ക് അത് 2 മണിക്കൂറിലധികമായി അവിടെ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരമാണ് മനീഷ് മഹിബാൽ നൽകിയത്.